ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഹാപ്പി വിത്ത് ഗൂഗിൾ വേൾഡ്. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് തന്നെ നമ്മൾ വളരെയധികം ഹാപ്പിയുള്ളൊരു ദിവസമാണ്. എന്തെന്ന് അത്ര ഹാപ്പി എന്ന് പറയട്ടെ, വേറൊന്നുമല്ല. നമ്മൾ തന്നെ തിരിച്ച് ബാംഗ്ലൂരിലേക്ക് പോകാൻ പോവുകയാണ്. ബാംഗ്ലൂർ. അപ്പോൾ അതിന് തന്നെ രാവിലെ തന്നെ നമ്മളുടെ എൻ്റെ അച്ഛൻ്റെ വീട്ടിൽ അടുത്തുള്ളൊരു അമ്പലമാണ് കേട്ടോ, നമ്മുടെ വീട്ടിലെ അടുത്തുള്ള ശിവൻ്റെ ഒരു അമ്പലമാണ്. അപ്പോൾ അവിടെയും കൂടി കയറി. അവിടെ രാവിലെ പുലർച്ചെ തന്നെ നമ്മൾ കയറി. അതിന് ശേഷം നമ്മൾ എൻ്റെ അച്ഛൻ്റെ വീട്ടിലൊരു എൻ്റെ അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയതായിരുന്നു. അവിടെ എന്താ പോയതെന്ന് പറയട്ടെ. നമ്മൾ ആലപ്പുഴയിൽ പോയിട്ടുണ്ടായിനി. അവിടെ നിന്നാണ് നമ്മൾ പോയത്. അവിടെ ബീച്ചൊക്കെ ഇല്ല, എന്ത് രസമല്ലേ അവിടെ. അവരുടെ വീട് ഇങ്ങനെ ബീച്ചിൻ്റെ അവിടെ അടുത്തായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. അവർക്ക് ആ വ്യൂവും അടിപൊളിയായിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് കുറേ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവരുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ എക്സൈറ്റഡ് ആയിട്ടിരിക്കുമായിരുന്നു. അങ്ങനെ നമ്മൾ ബീച്ചിൽ വന്നു. ഞാനും പൊന്നും വളരെയധികം സന്തോഷത്തിലായിരുന്നു ഗൈസ്. എന്നിട്ട് ഞാൻ ചുമ്മാതെ കുറേ റീൽസും കാര്യങ്ങളൊക്കെ എടുത്തു. റീൽസും പിന്നെ അടിപൊളി വ്യൂ അല്ലേ, അപ്പോൾ പിന്നെ എടുത്തല്ലേ പറ്റുള്ളൂ. പിന്നെ ഞാൻ ഫോൺ തറയിട്ടിട്ട് ഓടുന്ന ഒരവസ്ഥ ഓടി ഗൈസ്. ആ ഒരവസ്ഥ നിങ്ങൾക്ക് അറിയില്ല. ഞാൻ ഫോൺ തന്നെ ഇപ്പോൾ പോകേണ്ട ഒരവസ്ഥയായിരുന്നു. അത് നിങ്ങൾ കണ്ടല്ലോ ഇപ്പോൾ. അതിന് ശേഷം നമ്മളിവിടെ ഡാൻസൊക്കെ കളിച്ചു. പിന്നെ ഒരു വലിയൊരു സാധനം വന്നപ്പോൾ ഞാനൊക്കെ കൂടി പോയി. എനിക്ക് ഈ കാണുന്ന അത്ര ധൈര്യമൊന്നുമില്ല ഗൈസ്, കുറച്ച് പേടിയാണ് എനിക്ക്. അതിനുശേഷം നമ്മൾ അവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഒരു കടയിൽ കയറി. അങ്ങനെ ആ കടയിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അതിനുശേഷം നമ്മൾ ഷാർജ കുടിച്ചു, ഒരു ഷേക്ക്, ഷാർജ ലെമൺ ജ്യൂസ്. അങ്ങനെ പിന്നെ ഉച്ചയായല്ലോ. പിന്നെ നമ്മൾ കഞ്ഞിയാണ് കുടിച്ചത്. അടിപൊളിയെന്ന് വെച്ചാൽ സൂപ്പറായിരുന്നു അവിടുത്തെ ആ കഞ്ഞി. പിന്നെ ചോക്ലേറ്റ്സ്. അതിനുശേഷം വൈകുന്നേരം ആയപ്പോൾ വെജ് സാൻഡ്വിച്ചും പഴംപൊരിയും. ഞങ്ങൾ രണ്ടാളും വെജ് സാൻഡ്വിച്ചാണ് കഴിച്ചത്. അമ്മയും അച്ഛനുമാണ് പഴംപൊരിയൊക്കെ കഴിച്ചത്. കാപ്പിയൊക്കെ അടിപൊളിയായിരുന്നു. പക്ഷേ എനിക്കെന്തോ കാപ്പിയേക്കാൾ ഇഷ്ടപ്പെട്ട ഈ സാൻഡ്വിച്ചാണ്. പിന്നെ പൊന്നൊരു ഒന്നാന്തര കരച്ചിൽ. നിങ്ങൾ വിചാരിക്കും അയ്യോ ഇതെന്തിനാ കുഞ്ഞ് കരയുന്നത്. കുഞ്ഞിന് അവൾ അഹങ്കാരം കൊണ്ടാണ് കൈസ് കരയുന്നത്, ഒന്നുമില്ല. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവളെ ശല്യമാക്കി കൈസ്. ശല്യമാക്കിയോണ്ട് തന്നെ എന്നോടുള്ള ഒരു ദേഷ്യമാണ് ഇപ്പോൾ കാണിക്കുന്നത്. അവളുടെ വീഡിയോ എടുക്കുമ്പോൾ പറയാം, ഓൾക്ക് നല്ല കുട്ടിയായിട്ടിരിക്കണമല്ലോ, ഓള് നല്ല കുട്ടിയായിട്ടിരിക്കുന്ന ഇടയ്ക്ക് പറ്റി കരയാനോട് ദേഷ്യപ്പെടുന്നു എന്നോട്. ഞാൻ ചുമ്മാതെ ഓളെ നോണ്ടി. സോ ദാറ്റ്സ് വൈ ഷീ വാസ് ലൈക്ക് അങ്ങനെ കരച്ചിലാണ്. ഞാൻ പോട്ടെന്നെല്ലാം പറഞ്ഞു. എന്നിട്ട് ഓൾ കേട്ടില്ല. ഞാൻ പിന്നെ മിഠായിയൊക്കെ കൊടുത്തൊന്ന് സോപ്പാക്കാൻ നോക്കി. ബട്ട് വേണ്ട, എനിക്ക് മുട്ടായി വേണ്ട, എനിക്ക് ഈച്ചിൻ്റെ മുട്ടായി വേണ്ട, വേറെ ആരും ഞാൻ തോന്നുന്നു, എനിക്ക് നിൻ്റെ മുട്ടായി വേണ്ട, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പാവം പോലെ തോന്നി എനിക്ക്. ലാസ്റ്റ് ഞാൻ ഓക്കെ കുഴപ്പമില്ല സോറി എന്നൊക്കെ പറഞ്ഞു. എന്നിട്ടും അവൾക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ അതാണ് മറ്റു പ്രശ്നം. പക്ഷെ പുള്ളിക്കാരി പാവമാണെങ്കിലും ദേഷ്യം വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും തീർത്തു. അങ്ങനെ ഓളോടുള്ള ദേഷ്യവും വഴക്കും എല്ലാം കഴിഞ്ഞു. അങ്ങനെ നമ്മൾ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓളുടെ ആ വഴക്കിൻ്റെ ആ ഒരു ഇത് ഇപ്പോഴും തീർന്നിട്ടില്ല. അതിനുശേഷം നേരെ പോയത് നമ്മൾ വേറെങ്ങുമല്ല, തിരിച്ച് എത്താറായിട്ടുണ്ടായിരുന്നു മൂകാംബികയിൽ. അപ്പോൾ നിങ്ങൾക്കൊരു കാര്യം അറിയാമോ, നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ, ഞങ്ങൾ ബാംഗ്ലൂരിൽ പോകുന്ന വഴിക്ക് മൂകാംബികയും കൂടി കയറും. അയ്യോ അത് ഞാൻ പറയാൻ മറന്നു ഗൈസ്, സോറി. അപ്പോൾ നമ്മൾ നേരെ മൂകാംബികയിലാണ് കേട്ടോ പോയിരുന്നത്. ഐ എം റിയലി സോറി. മൊത്തം കണ്ടന്റ് പറഞ്ഞു. എന്താ പറയുന്നത്, ടോപ്പിക് എന്താണെന്നേ പറഞ്ഞില്ല. സോറി ഗൈസ്. അത് നമ്മളെ റൂമിലൊക്കെ വന്ന് സാധനങ്ങളൊക്കെ വെച്ചു. അതിൻ്റെ ഒരു സന്തോഷം എനിക്കുണ്ടായിരുന്നു. പിന്നെ ഞാൻ റെഡി ആയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഡ്രസ്സാണ് ഞാൻ ഇടുന്നത്. ഇതൊക്കെ നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് എല്ലാം സെറ്റാക്കി വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ തൊഴുതാൻ വേണ്ടി പോയി. പൊന്നു ആ ഒരു ദേഷ്യം മാറി എനിക്ക് വീഡിയോ ഒക്കെ എടുത്തു തന്നത് പുള്ളിക്കാരിയാണ്. ദേഷ്യം മാറിയതിൻ്റെ ഒരു സന്തോഷത്തിൽ ഞാൻ ഭയങ്കര സന്തോഷപ്പെട്ടു. പിന്നെ അങ്ങനെ നമ്മൾ രാവിലത്തെ ഫുഡ് കഴിക്കാൻ പോയായിരുന്നു. രാവിലെ നമ്മളൊന്നും കഴിച്ചിട്ടില്ല അതിന് ശേഷം. അപ്പോൾ അമ്പലത്തിൽ നിന്ന് രാവിലെ മസാല ദോശയായിരുന്നു ഞാനില്ല അപ്പോഴും. പിന്നെ നമ്മൾ ഓട്ടോ പിടിച്ച് തിരിച്ച് റൂമിലേക്ക് പോയി സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരണമായിരുന്നു. പിന്നെ ഒരു ഷേക്ക് കുടിച്ചു. പൊന്നു ലൈം ജ്യൂസാണ് കേട്ടോ കുടിച്ചത്. ആ ഒരു മിൽക്ക് ഷേക്ക് കുടിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഞാൻ എന്താ കുടിച്ചത്. അത്രയ്ക്ക് വെയിലായിരുന്നു ഗൈസ്. എനിക്ക് തന്നെ അറിയില്ല, അത്രയ്ക്ക് വെയിലുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ കുടിച്ചത്. പിന്നെ അവിടെ കുറച്ച് പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു. അതിന് ശേഷം ആ പ്രോഗ്രാമിന് ശേഷം നമ്മൾ അവിടെ മൂകാംബിക ക്ഷേത്രത്തിൽ നിന്ന് അടുത്ത് അന്നദാനം കഴിക്കുന്നിടത്ത് പോയി അവിടെ നിന്ന് നല്ല ചോറും കഴിച്ചു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ബൈ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. പൊന്നിനോട് വഴക്ക്